ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗയാമി ലഷർ ടൈം. നമുക്ക് ഇന്നൊരു വ്യത്യസ്തമായ മുട്ടക്കറി ആയാലോ? ഉത്തരേന്ത്യൻ സ്റ്റൈലിൽ എഗ് ലബാബ്ദാർ ക്രീമി എഗ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പത്തിരിക്കൊക്കെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ആദ്യമായിട്ട് ഗ്യാസിൽ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പഴുത്ത തക്കാളിക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 4-5 ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നീട് വെളുത്തുള്ളി ഒരു 10-12 അല്ലിത്തൊലി കളഞ്ഞതും കാഷ്യൂനട്ട് ഒരു 10-12 കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു 4-5 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കുക. നല്ല വെട്ടി തിളയ്ക്കുന്നത് വരെ തിളപ്പിക്കാൻ അനുവദിക്കുക. ഇപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇത് ഊറ്റിയെടുക്കുക. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം നമുക്ക് മാറ്റി വെക്കണം. പിന്നെ ഈ തക്കാളിക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആക്കുക. ബാക്കിയെല്ലാം കൂടെ നമ്മുടെ കാഷ്യൂനട്ടും വെളുത്തുള്ളിയും തക്കാളിക്കയും ഗ്രാമ്പും ഏലക്കായും എല്ലാം കൂടെ മിക്സിയിലെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കി എടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഗ്യാസിലൊരു കടായി വയ്ക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കരുത്, കാര്യം ഇതൊരു ഉത്തരേന്ത്യൻ ഡിഷാണല്ലോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല. ബാക്കി ഏത് എണ്ണയും നമുക്ക് ഒഴിക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 2 ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ പച്ചമുളകും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ചെറുതായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഗ്യാസ് ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ ടൊമാറ്റോയുടെയൊക്കെ പേസ്റ്റ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇപ്പോഴാണ് കാശ്മീരി മുളക് പൊടി ഇടുന്ന. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എഗ്ഗ് മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ എണ്ണ നല്ല തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മളെന്നും സാധാരണ രീതിയിലല്ലേ എഗ്ഗ് കറി ഉണ്ടാക്കുന്നത്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള എഗ്ഗ് കറി, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഈ സമയത്ത് ഞാൻ 1 കഷ്ണം ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഉപ്പ് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല എണ്ണ തെളിഞ്ഞ് വരണം. ഇപ്പോൾ നമ്മളുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ പുളിയില്ലാത്ത നല്ല കട്ട തൈര് ചേർത്താലും മതി. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ തക്കാളിക്കൊക്കെ തിളപ്പിച്ച വെള്ളം, അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. കാര്യം ഇതിന് അധികം ചാറില്ലാത്ത കറിയാണ്, കുറുകിയിരിക്കുന്ന ക്രീമിയാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം, ഞാൻ ആ വെള്ളം മൊത്തം എടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കുക. ഞാനിതിലേക്ക് ഒരു 4 മുട്ടയാണ് പുഴുങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ 5 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റിൽ മുട്ടയുടെ വെള്ള ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ 4 മുട്ട ഞാൻ നടുവേ മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ട് മുട്ട എടുത്താൽ മതി. ഇപ്പം നല്ലതായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഞാൻ വേവിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ എഗ്ഗ് കറി റെഡിയാണ്. ഇനി ലാസ്റ്റിൽ ഇതിൽ ഒരു മുട്ടയുടെ വെള്ളം നമുക്ക് ഗ്രേറ്റ് ചെയ്തിടണം. അപ്പോഴാണ് നമ്മളുടെ ലബാബ്ദാർ എഗ്ഗ് ക്രീമി കറി റെഡി ആവത്തുള്ളൂ. കുറച്ച് മല്ലിയിലയും കൊള്ളിട്ട് നമുക്ക് സെർവ് ചെയ്യാം. വളരെയധികം ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പത്തിരിക്കുമൊക്കെ വളരെയധികം അനുയോജ്യമായ കറിയാണ്, ഒരു വ്യത്യസ്തമായ കറിയാണ്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.